ഞാൻ ഡോക്ടർ വിനീത KS, എറണാകുളം ജനറൽ ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് ഇൻ പീഡിയാട്രിക്സ് ആണ്. മുണ്ടിനീര് അഥവാ മംസ് എന്നത് ഒരു വൈറൽ അസുഖമാണ്. പാരാ മിക്സോ വൈറസ് എന്ന ഗ്രൂപ്പിൽപ്പെട്ട് ഒരിനം RNA വൈറസാണ് ഈ അസുഖം ഉണ്ടാക്കുന്നത്. ഇത് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഈ ഇടയായിട്ട് വളരെയധികം കാണുന്നുണ്ട്. ഉമിനീർ ഗ്രന്ഥിയെയാണ് ഇത് മെയിനായിട്ട് ബാധിക്കുന്നത്. വൈറസാണ്, ഉമിനീർ ഗ്രന്ഥിയാണ് ബാധിക്കുന്നത്. പക്ഷേ നമ്മുടെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളെയും ബാധിക്കുന്ന ഒരു അസുഖമാണ് മംസ്. കൂടുതലായി ഉമിനീർ ഗ്രന്ഥിയെ ബാധിക്കുന്നത് കൊണ്ട് ആ ഉമിനീർ ഗ്രന്ഥി വീക്കമാണ് നമ്മളെല്ലാവരും ശ്രദ്ധിക്കുന്നത്. പക്ഷേ ഈ അസുഖം നമ്മുടെ തലച്ചോറിനെ ബാധിക്കാം, നമ്മുടെ തൈറോയിഡിനെ ബാധിക്കാം, ഹാർട്ടിനെ ബാധിക്കാം, താഴേക്ക് വരുന്തോറും നമ്മുടെ പാൻക്രിയാസിനെ ബാധിക്കാം, ആണുങ്ങളിൽ ടെസ്റ്റിസ് അതായത് വൃഷണത്തെ ബാധിക്കാം, പെൺകുട്ടികളിൽ ഓവറി അണ്ടാശയത്തെ ബാധിക്കാം. അങ്ങനെ ഒരുമാതിരി എല്ലാ അവയവങ്ങളെയും ബാധിക്കുകയും ബ്രെയിനിനെ പ്രത്യേകിച്ച് മെനിഞ്ചൈറ്റിസ്, സെപ്റ്റിക് മെനിഞ്ചൈറ്റിസ്, പിന്നെ മെനിഞ്ചിൻ്റെ തലച്ചോറിൻ്റെ ബ്രെയിനിൻ്റെ പുറത്തുള്ള പാട അതായത് മെനിഞ്ചസിനെയും തലച്ചോറിനെയും അങ്ങനെ മെനിഞ്ചൈറ്റിസും എൻകെഫലൈറ്റിസും എല്ലാം വരാവുന്ന ഒരു അസുഖമാണ് ഈ മംസ് എന്ന് പറയുന്നത്. മംസിൻ്റെ ഒരു ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറഞ്ഞാൽ ഒരു 2 ആഴ്ച തൊട്ട് 3 ആഴ്ചയാണ്. ഒരു 16 to 18 days. ഒരു അസുഖം ഒരാളുടെ ശരീരത്തിലേക്ക് വൈറസ് കടന്നാൽ ഒരു 2 ആഴ്ച 3 ആഴ്ചയ്ക്ക് ശേഷമാണ് സാധാരണ അസുഖം പ്രത്യക്ഷത്തിൽ വരുന്നത്. കൂടുതലും ഒരു ചെറിയ പനി, ഒരു ചെറിയ തലവേദന, നമ്മുടെ കവിൾ ഭാഗത്തൊരു വേദന, ചവയ്ക്കുമ്പോൾ ഒരു ചെറിയ വേദനയൊക്കെ ആയിട്ട് തുടങ്ങും. അതിനുശേഷം പിന്നീട് വേദന കൂടാം, തലവേദനയാവാം, ഛർദിലാവാം, വയറുവേദന, അങ്ങനെ ഓരോ ഈ സ്വെല്ലിങ് ഇപ്പം നമ്മുടെ ഉമിനീർ ഗ്രന്ഥിയിലുള്ള സ്വെല്ലിങ് കൂടുതലായിട്ട് ഉണ്ടാവുകയും ചെയ്യുന്നു. ഒരു 7 തൊട്ട് 10 ദിവസം വരെയാണ് സാധാരണ ഉമിനീർ ഗ്രന്ഥി വീക്കം കാണാറുള്ളത്. അത് കൂടുതലും പെരോട്ടിഡ് ഗ്ലാൻഡ് അതായത് നമ്മളുടെ ഈ ചെവിയുടെ താഴെയുള്ള ഒരു ഗ്ലാൻഡിനാണ് കൂടുതലും ബാധിക്കുന്നത്. നമ്മുടെ സബ് മാൻഡിബുലർ ഗ്ലാൻഡ് എന്ന് പറഞ്ഞിട്ട് താടിയുടെ അടിയിലുള്ള ഗ്ലാൻഡും ഉണ്ട്. അതുപോലെ വായുടെ അകത്ത് സബ്ലിംഗ്വൽ ഉമിനീർ ഗ്രന്ഥികളും ഉണ്ട്. ഇവിടെയൊക്കെ ബാധിക്കാം. പക്ഷെ കൂടുതലായിട്ട് പെരോട്ടിഡ് ഗ്ലാൻഡിനെയാണ്, പെരോട്ടൈറ്റിസ് ആണ് കൂടുതലായിട്ട് ഉണ്ടാവാറുള്ളത്. അങ്ങനെ ഉമിനീർ ഗ്രന്ഥി വീക്കം, കഴുത്തിന് ചുറ്റും സ്വെല്ലിംഗ് ആയിട്ട് മുഴ പോലെയാണ് കൂടുതൽ ആൾക്കാരും പ്രസന്റ് ചെയ്യുന്നത്. ഇത് കൊച്ചു കുട്ടികളെയാണ് കൂടുതൽ ബാധിക്കാറ്. 5 തൊട്ട് 15 വയസ്സ് വരെയുള്ളവരാണ് കൂടുതൽ ബാധിക്കുന്നത്. പിന്നെ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ എല്ലാ പ്രായക്കാരെയും കാണുന്നുണ്ട്. അഡൽട്സിൽ വരുമ്പോൾ കൂടുതൽ കോംപ്ലിക്കേഷൻസ് ആയിട്ടും കാണുന്നുണ്ട്. ഈ മുഴ എത്ര ദിവസം ഉണ്ടാവുന്നോ അത്രയും ദിവസവും ഈ നമുക്ക് അസുഖം വരുന്നതിനൊരു 7 ദിവസം മുന്നിട്ടും ഈ മുഴ വന്നിട്ട് 7 ദിവസത്തിന് ശേഷവും 7 ദിവസം വരെയും ഈ രോഗമുള്ള ആള് രോഗവാഹകരാണ്. അവർക്ക് രോഗം പകർത്താം. അതുപോലെ ഉമിനീർ ഗ്രന്ഥിയിൽ നിന്നാണ് അസുഖം പകരുന്നത്. നമ്മുടെ കൊറോണയൊക്കെ പോലെ ശ്വസനത്തിൽ കൂടെ അല്ലെങ്കിൽ ശ്വസിക്കുമ്പോഴല്ല, നമ്മുടെ സലൈവറി ഗ്ലാൻഡ് ഉമിനീർ ഗ്രന്ഥിയിൽ അത് തെറിക്കുമ്പോഴൊക്കെ ആ സ്ഥലത്തിൽ നിന്നാണ് കൂടുതലും ഈ അസുഖം പകർന്നു കിട്ടുന്നത്. മുണ്ടിനീരിന് നിലവിൽ വാക്സിൻ കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ സർക്കാർ തലത്തിൽ മുണ്ടിനീരിന് വാക്സിൻ കൊടുക്കുന്നില്ല. അതേസമയം പ്രൈവറ്റ് സെക്ടറിൽ വാക്സിൻ കൊടുക്കുന്നുണ്ട്. MMR എന്നുള്ള വാക്സിനാണ് നമ്മൾ അതിനു വേണ്ടി യൂസ് ചെയ്യുന്നത്. മുണ്ടുനീര് ഒരു വൈറസ് കൊണ്ടുള്ള അസുഖമായതിനാൽ തന്നെ മുണ്ടുനീരിനൊരു പ്രത്യേക ചികിത്സ, ഒരു മരുന്ന്, ഒരു ആൻറ്റിഡോട്ട് എന്നുള്ള രീതിയിൽ ഒരു മരുന്നില്ല. ഇപ്പോൾ ആൻറ്റിബയോട്ടിക്സ് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ കൊടുക്കുന്നത് പോലെ ഇതിനങ്ങനെ ഒരു മരുന്നില്ല. ഒരു സപ്പോർട്ടീവ് ട്രീറ്റ്മെൻ്റ് ആണ് നമ്മൾ കൊടുക്കുന്നത്. പനി ഉണ്ടെങ്കിൽ പാരസ്റ്റമോൾ കൊടുക്കും, ഛർദിലുണ്ടെങ്കിൽ അതിന് മരുന്ന് കൊടുക്കും. കൂടുതലായിട്ട് ഫ്ലൂയിഡ് തെറാപ്പി, നന്നായിട്ട് വെള്ളം കുടിപ്പിക്കും. പിന്നെ ലൈറ്റായിട്ടുള്ള ഫുഡ് കൊടുക്കുക. അങ്ങനെ ഒരു സപ്പോർട്ടീവ് കെയർ ആണ് മുണ്ടുനീരിന് നിലവിൽ നമ്മൾ കൊടുക്കുന്നത്.